മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതുണ്ട് ഏറ്റവും മേലായിട്ട് ഇവിടെ ആൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആൾ സൈറ്റ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഇൻ്റർനെറ്റ് കയറിയപ്പോൾ പല സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ സേവ് ആയിട്ടുള്ള ടെമ്പററി ഫയൽസാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരുപാടുണ്ടായിരിക്കാം. ഇത് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ മെമ്മറി ഹാങ് ആവും. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ ഡേറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും നിങ്ങളുടെ ഫോൺ മെമ്മറി ഫുള്ളാക്കി കിടക്കുന്ന ടെമ്പററി ഫയൽസ് എല്ലാം ഇവിടുന്ന് കാണാൻ കഴിയും. ഏറ്റവും താഴെ ഡിലീറ്റ് ആണെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ മെമ്മറി ഫ്രീ ആവും. ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റ് ആകുന്നതായിരിക്കും. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതേപോലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിൽ ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ടോ, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഉണ്ടോ. എന്നിട്ട് മുകളിലേക്ക് വീണ്ടും ഒന്ന് സ്ക്രോൾ ചെയ്യുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നിലവിൽ കയറുന്ന സൈറ്റുകളെ സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിങ്സുകളാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട സെറ്റിങ്സ് നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, ഡേറ്റ സ്റ്റോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ മെമ്മറിയിൽ ടെമ്പററി ഫയൽസ് സേവ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് ഡേറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ ടെമ്പററി ഫയൽസ് കാണും. താഴെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് ഡിലീറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ മെമ്മറി ഫുള്ളായി ഫോൺ ഹാങ് ആകുന്നതായിരിക്കും, ഫോൺ ഹീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.